ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും നല്ലൊരു കറക്ഷനാണ്. ഹെവി സെല്ലിംഗ് ആണ് വരുന്നത്. ഹെവി സെല്ലിംഗ് എന്ന് പറയുകയാണെങ്കിൽ 30-40% അതിൻ്റെ ഇയർ ഹൈ എന്ന് ഓരോ സ്റ്റോക്കും താഴോട്ട് വന്നത്. പ്രത്യേകിച്ച് ഒരു കാരണങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് നല്ല കറക്ഷൻ വരികയാണ്. അതേ സമയത്ത് ലാർജ് ക്യാപ്സിൽ സോളിഡ് ആയുള്ള സ്റ്റോക്സിലാണ് ഇപ്പം ബൈങ് വരുന്നത്. ഇത് ഒരു മാർക്കറ്റിൻ്റെ നേച്ചറാണ്. അങ്ങനെ സംഭവിക്കുന്ന നല്ലതുമാണ്. ഒരു ഹെൽത്തി കറക്ഷൻ മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഉണ്ടാവുന്നത് നല്ലതാണ്. പക്ഷേ കറക്ഷൻ വരുമ്പോൾ എപ്പോഴും കയറിപ്പോയമായി തന്നെ ചില സമയത്ത് നന്നായി അടിച്ചിട്ട് അതിൻ്റെ ചീപ്പ് വാല്യൂഷൻസിൽ പല സ്റ്റോക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു റീസൺ ഇല്ലാതെ തന്നെ ഫേവറേറ്റ് സ്റ്റോക്സ് ആയ ഈ പ്രീമിയം എനർജീസ്, വേറെ എനർജീസ് ഒക്കെ അടിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി എടുക്കുക. താഴെ വരാണെങ്കിൽ ഇനി എത്രത്തോളം താഴോട്ട് വരും അത്രത്തോളം നല്ലതായി കൂട്ടുക. താഴത്ത് വന്നാൽ താഴത്തെ സ്റ്റോക്ക് വാങ്ങാം. എന്തുകൊണ്ടാണ് അടിക്കുന്നത് ചോദിച്ചാൽ പ്രത്യേക റീസൺ ഒന്നും ഇല്ല. ഇതൊരു സൈക്കിളാണ്. ഇങ്ങനെ സംഭവിക്കും. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിനും അടി വരും. അതേ സംബന്ധിച്ച് നിഫ്റ്റിയും സെൻസെക്സും താഴോട്ട് വരാണ്ട് അതിനെ പിടിച്ചു നിർത്തും. ഇനി കഴിഞ്ഞാൽ ഒരു സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിഫ്റ്റിയും സെൻസെക്സും കുറച്ച് കറക്ഷൻ താഴെ വരുമ്പോൾ ഈ അടിച്ച സ്റ്റോക്സ് തിരിച്ചു കയറും. ഇതൊരു മാർക്കറ്റിൻ്റെ സ്വഭാവമാണത്. സോ അതൊരു മാറ്റർ അല്ല, ഹോൾഡ് ചെയ്യുക. പക്ഷേ ഫണ്ടമെന്റ്സ് ഇല്ലാത്ത സ്റ്റോക്കിലാണെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. ഈവൻ ഇപ്പോൾ എല്ലാ അതിൻ്റെ പി റേഷ്യോ ഇൻഡസ്ട്രി പിയേക്കാൾ കുറച്ച് ഹൈയിൽ നിൽക്കുന്ന എല്ലാ സ്റ്റോക്കും ഇൻഡസ്ട്രി പിയിനോട് ഈക്വലായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഫോക്കസ് ഉള്ള സെക്ടേഴ്സ് കുറച്ച് സെക്ടേഴ്സ് ഉണ്ട്. ആ സെക്ടറിലും ഒക്കെയാണ് ഇപ്പോൾ ബൈങ് വരുന്നത്. ലാർജ് ക്യാപ്പിലാണ് ബൈങ് വരുന്നത്. സോ എന്ത് ചെയ്യാൻ, നമ്മൾ സേഫ് ആവാം. സ്വിംഗ് ഒന്നും അധികം എൻട്രി ചെയ്യാണ്ട് നിൽക്കുക. ഇപ്പോൾ റീസെൻ്റ്ലി മെമ്പേഴ്സിനൊന്നും സ്വിംഗ് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് വീക്ക് എൻ്റർ ചെയ്തിട്ട് കാര്യമില്ല. നല്ല കയറി പോകേണ്ട സ്റ്റോക്സ് വരെ 2-3% കയറിയിട്ട് പിന്നെ അടിച്ചു പോവുക ചെയ്യുന്നു. സോ സ്വിങ്ങിന് പറ്റിയ സമയമല്ല അത്. സോ ഈ സമയത്ത് വാല്യുബിൾ ആയിട്ടുള്ള ചില സ്റ്റോക്സിൽ വേണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ലാസ്റ്റ് ടൈം നമ്മൾ പറഞ്ഞ ഹിന്ദുസ്ഥാൻ കോപ്പർ നല്ല റിട്ടേൺ കഴിഞ്ഞ ആഴ്ച കൊടുത്തു. ഇത്രയും മാർക്കറ്റ് അടിച്ചപ്പോൾ ഹിന്ദുസ്ഥാൻ കോപ്പർ നല്ല റിട്ടേൺ ആണ് മാർക്കറ്റിൽ കൊടുത്തത്. ഇന്ന് ഇപ്പം ബാങ്കിങ് സ്റ്റോക്സ് ഒക്കെ വളരെ ഫോക്കസിലാണ്. എസ്പെഷ്യലി പി എസ് സി ബാങ്ക്സ് ആയിക്കോട്ടെ പ്രൈവറ്റ് ബാങ്ക്സ് ആയിക്കോട്ടെ, ഇനി NBFCs ആയിക്കോട്ടെ, ഇതിനൊക്കെ നല്ലൊരു സപ്പോർട്ടാണ് മാർക്കറ്റ് കാണുന്നത്. എന്തായാലും ഭാവിയിലേക്ക് വളരെ സ്ട്രോങ് സപ്പോർട്ട് ഇന്ത്യൻ എക്കോണമി കൊടുക്കേണ്ട ഒരു സെക്ടറാണ് ബാങ്കിങ് സെക്ടർ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ പൊതുവേ മൂവ്മെന്റ്സ് വന്നിട്ടില്ല. ചില സ്റ്റോക്സ് കയറിപ്പോയെന്നല്ലാതെ വേറെ പല സ്റ്റോക്സും കയറിയിട്ടില്ല. സോ ഇന്ന് PSUലെ നമ്മുടെ ഫേവറേറ്റ് ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ 30 രൂപ പറയാൻ തുടങ്ങിയ സ്റ്റോക്കാണ്. 30 രൂപയിൽ അത് കയറി 170 വരെ പോയി. അവിടെ കറക്ഷൻ വന്നു 120, 130 ലെവലിൽ ഒരുപാട് കാലം കൺസോൾട്ടേറ്റ് ചെയ്തു. അവിടുന്ന് താഴോട്ട് വന്ന് 110 തിരിച്ച് കയറി. റീസെൻ്റ്ലി കഴിഞ്ഞ ആഴ്ച തിങ്കളാഴ്ച 161 വരെ പോയിട്ടാണ് തിരിച്ചു വന്നത്. സോ റീസെൻ്റ്ലി ഞാൻ യൂണിയൻ ബാങ്ക് പറയുന്നു ആ ലെവലിൽ നോക്കുകയാണെങ്കിൽ തന്നെ 10-20% അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു ലെവലിന് 152, 53.30 ആണ് ഇന്നലത്തെ ക്ലോസിംഗ് പ്രൈസ്. ഇതൊന്ന് ഒരു 140, 145 ലെവലിൽ എല്ലാവരും താഴോട്ട് വരാൻ സാധ്യത കുറവാണ്. സോ 140 to 150 നല്ലൊരു ബൈയിങ് റേഞ്ച് ആയിട്ട് കണക്കാക്കാം. എൻ്റയർ ബാങ്കിങ് സെക്ടർ ഇപ്പം ഫോക്കസിലാണ്. അതായത് അതിന് പുറമെ ഒരുപാട് പോസിറ്റീവ് ന്യൂസും ഉണ്ട്. ഇന്നലെ RBI റിപ്പോ റേറ്റ് 5.25% കുറച്ചിട്ടുണ്ട്. എല്ലാ ബാങ്ക്സും PSU ബാങ്ക്സും സോളിഡ് റിസൾട്ടാണ് കാണിച്ചത്. ആ പെർഫോമൻസ് വളരെ സോളിഡാണ്. അവർ ഒരുപാട് മാറിപ്പോയി. NPA ഉള്ള കമ്പനീസൊക്കെ NPA ഇല്ലാതായി. നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്ത് വന്നു, ലോൺ ഗ്രോത്ത് വന്നു, ഡിപ്പോസിറ്റ് ഗ്രോത്ത് വന്നു. സോ നല്ല ഒരു സ്റ്റേബിൾ ആയ ലെവലാണ് നിൽക്കുന്നത്. ഇതിന് പുറമെ എല്ലാ ബാങ്ക്സും തമ്മിൽ മെർജ് ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഈ മെർജ് ചെയ്ത് കഴിഞ്ഞിട്ട് 1-3 ഫോർ ദ ടൈം ബീങ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നു 5 ബാങ്ക് ഉണ്ടാവാനാണ് സാധ്യത ഉള്ളത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പിലായിരിക്കും 5-3 കുറയ്ക്കാൻ സാധ്യത. അതായത് വേൾഡ് ഓവർ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഇന്ത്യൻ ബാങ്ക്സിൽ വരണം എന്നുള്ള ഇതിലാണ് ചെയ്യുന്നത്. സോ സ്റ്റേറ്റ് ബാങ്കിലേക്ക് ഒരുപാട് ബാങ്ക്സ് മെർജ് ആവും, കാനറ ബാങ്കിലേക്ക് മെർജ് ആവും, ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് മെർജ് ആവും. സോ എൻ്റെ ഒരു വ്യൂവിൽ യൂണിയൻ ബാങ്ക് ഇപ്പം വേറൊരു ബാങ്കിലേക്ക് മെർജ് ആവാൻ സാധ്യത വളരെ കുറവാണ്. യൂണിയൻ ബാങ്ക് സൈസ് ഓൾറെഡി വലുതാണ്. സോ യൂണിയൻ ബാങ്കിലേക്ക് മറ്റ് ഏതെങ്കിലും ബാങ്ക് മെർജ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ യൂണിയൻ ബാങ്കിലേക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ മെർജ് ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നത് ഉറപ്പില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ചില സമയത്ത് രണ്ടാമത്തെ SBI കഴിഞ്ഞ രണ്ടാമത്തെ വലിയ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മാറാൻ സാധ്യതയുണ്ട്. യൂണിയൻ ബാങ്കിലേക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ മെർജ് ചെയ്യുകയാണെങ്കിൽ.
സോ അതിന് സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നീടുണ്ടായ പോസിറ്റീവ് ന്യൂസ്, PSU ബാങ്കിൽ FTA ഇൻവെസ്റ്റ്മെന്റ്സ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് 20% 49% എൻഹാൻസ് ചെയ്യാൻ പോകുന്ന ന്യൂസ് ഉണ്ടായിരുന്നു. കാരണം പ്രൈവറ്റിൽ ഓൾറെഡി 73% FTA ലിമിറ്റ്, FTA പെർമിഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓട്ടോമാറ്റിക്കലി 20% 49% കൂടി കഴിഞ്ഞാൽ അത് വളരെ ഫേവറബിൾ ആയിരുന്നു PSU ബാങ്കിൽ. പക്ഷേ ലാസ്റ്റ് വീക്കിൽ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞു അത് ചിലപ്പോൾ ഡിലേ ആയിരിക്കാം. ഇപ്പോൾ തൽക്കാലം ആ ഒരു പ്ലാൻ ഇല്ല. അതുകൊണ്ടാണ് 160 യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ അടിച്ച് 151 വരെ വന്നു. ഇന്നലെ 5.25% റെപ്പോ റേറ്റ് കട്ട് ചെയ്ത സമയത്ത് സ്റ്റോക്ക് വെച്ച് കയറിയിട്ടുണ്ട്. സോ PSU ബാങ്ക് സെക്ടറിൽ ഇതൊരു നെഗറ്റീവ് ന്യൂസ് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് നല്ലൊരു ന്യൂസ് വന്നു, 49% FTA ലിമിറ്റ് കൂടുതലുണ്ട്. അതേ സമയത്ത് പറഞ്ഞു പിന്നീട് പറഞ്ഞു അത് നടക്കില്ല. സോ അതുകൊണ്ട് തന്നെ ചില സമയത്ത് ഒരു 140 ലെവലിലേക്ക് യൂണിയൻ ബാങ്ക് തിരിച്ചിറങ്ങിയേക്കാം. ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കുക. കാരണം ഇതിന്ന് നടക്കുന്ന കാര്യം 100% ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ FTA ലിമിറ്റ് 20% 49% കൂട്ടും. ഇതൊക്കെ ഇപ്പം ന്യൂസ് ബേസ്ഡിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. സോ ലോങ് റണ്ണിൽ നോക്കണം 10 രൂപ ഫേസ് വാല്യൂ ഉള്ള PSU ബാങ്ക് ചില സമയത്ത് മെർജിങ് ഒക്കെ നടക്കും. മെർജിങ് നടന്നു കഴിഞ്ഞാൽ യൂണിയൻ ബാങ്കിലേക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് വലിയ ബാങ്ക് ആയിരിക്കാം. നമുക്ക് കിട്ടുന്നത് ചീപ്പ് റേറ്റിലാണ്, സ്റ്റിൽ ചീപ്പ്, വളരെ ചീപ്പാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. സോ ഇപ്പോൾ ഈ ഒരു സെക്ടർ ഫോക്കസിലായതുകൊണ്ട് വലിയ അടി ഉണ്ടാവില്ല. മറ്റേ സ്റ്റോക്സ് 10-20% അടിക്കുമ്പോൾ യൂണിയൻ ബാങ്കിന് മാക്സിമം ഒരു 5%-6% താഴോട്ട് വരാനുള്ള ഇത്. അപ്പോൾ കുറച്ചും കൂടെ സേഫ് ആണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന സ്റ്റോക്ക്. സോ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് വ്യൂ വളരെ കറക്റ്റ് ആയിരിക്കണം. ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സിലുള്ള സ്റ്റോക്സ് ആണെങ്കിൽ അതിൽ ഫോർ ടൈം ബീങ് താഴെ വന്നാൽ ടെൻഷൻ അടിക്കുന്ന ആവശ്യമില്ല. അതിൽ കൂടുതൽ സ്റ്റോക്ക് വാങ്ങാൻ ശ്രമിക്കുക. അക്കോമഡേറ്റ് ചെയ്യുന്നൊക്കെ പൈസ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. അങ്ങനെ സ്ട്രാറ്റജി ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇതൊക്കെ ഭാഗത്തിന് ഭാഗമാണ്. 2030 വരെ എല്ലാ സ്റ്റോക്കും നിങ്ങളുടെ ഫണ്ടമെന്റൽ സ്റ്റോക്ക് ആണെങ്കിൽ ഹോൾഡ് ചെയ്യാം. അതേസമയം നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വിങ്ങിലേക്ക് റെക്കമെൻഡേഷൻ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഈ സ്വിങ്ങിൽ കിട്ടുന്ന ലാഭം എടുത്തിട്ട് നിങ്ങളെ കൺവിക്ഷൻ സ്റ്റോക്സ് ആഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ഈ കൺവിക്ഷൻ സ്റ്റോക്സിൻ്റെ ആവറേജ് റേറ്റ് കുറഞ്ഞു വരികയും ചെയ്യും. നമ്പർ ഓഫ് ഷെയർസ് കൂട്ടിക്കൊണ്ടുപോകാനും സാധിക്കും. അതാണ് എടുക്കേണ്ട പോളിസീസ്. സോ എനിക്കൊരു മെമ്പർഷിപ്പ് ചാനലുണ്ട്. അതിൽ ഈ സ്വിംഗ് ബേസ്ഡ് റെക്കമെൻഡ് സ്വിംഗിൽ, അതായത് ഫണ്ടമെന്റൽ നല്ല സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് വരുമ്പോൾ മാത്രം അത് 1-2 വീഡിയോസ് ഉണ്ടാവും. ഫണ്ടമെന്റൽ സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് വരുമ്പോൾ മാത്രമേ പറയുള്ളൂ. കാരണം പ്രത്യേകിച്ച് ഇപ്പം ഹൈ റിസ്ക് ആണ് സ്വിങ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഹൈ റിസ്ക് ആയതുകൊണ്ട് തന്നെ റെക്കമെൻഡേഷൻസ് കുറവാണ്. എന്നാലും ഫണ്ടമെന്റൽ സ്റ്റോക്ക് നല്ല സോളിഡ് സെക്ടേഴ്സിനൊക്കെ ബ്രേക്ക്ഔട്ട് വരികയാണെങ്കിൽ അത് പറയും. അതിലൊരു 10-5% വിത്തിൻ 1 മന്ത് അല്ലെങ്കിൽ 2 വീക്കിനുള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ എടുക്കുക, പുതിയ ഇൻവെസ്റ്റ് ചെയ്യുക. അഥവാ ഇറങ്ങിപ്പോയാൽ തന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റാവുന്ന സ്റ്റോക്സ്, അഥവാ ഇറങ്ങിപ്പോയാൽ തന്നെ ഫണ്ടമെന്റൽസ് ഉള്ള സ്റ്റോക്ക് ബ്രേക്ക്ഔട്ടിൽ വരുമ്പോഴാണ് പറയൽ. സോ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. എമറാൾഡ് മെമ്പർഷിപ്പ് എൻ്റെ വീടിനിടയിൽ ലിങ്കിൽ പോയിട്ട് എമറാൾഡ് മെമ്പർഷിപ്പ് സെലക്ട് ചെയ്താൽ മതി. 400 rupees പെർ മന്താണ്. അതിൽ ജോയിൻ ചെയ്യുക. ഈ സ്വിംഗ് ബേസ്ഡ് റെക്കമെൻഡേഷൻസ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്. ഓക്കെ. സോ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഞാൻ ഓൾറെഡി അതിൻ്റെ പോസിറ്റീവ്സ് പറഞ്ഞു. ബാങ്ക്സ്, PSU ബാങ്ക്സ്, എന്തായാലും ബാങ്ക് സെക്ടർ ഫോക്കസിലാണ്. ഇന്ത്യയിൽ എന്തായാലും ബാങ്ക്സിൽ നല്ല വളർച്ച ഉണ്ടാവും. ബാങ്ക് മാത്രം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രൈവറ്റ് ബാങ്ക്സ്, NBFCs, ഇതിനൊക്കെ സാധ്യതയുള്ള ഒരു സെക്ടറാണ് ഭാവിയിൽ. പക്ഷെ ഇപ്പോഴത്തെ മൂവ്മെൻ്റ് അല്ല, ഭാവിയിലേക്ക് നല്ലോണം ഒരു അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന സെക്ടർ തന്നെയാണ് PSU ബാങ്ക്സ്. സോ ഓൾറെഡി FTA ലിമിറ്റിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ യൂണിയൻ ബാങ്കിന് വേറെ പോസിറ്റീവ് ന്യൂസ്, അതിനെ ബാങ്ക് നിഫ്റ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോവാണ്. അത് വളരെ പോസിറ്റീവ് ന്യൂസ്. ബാങ്ക് നിഫ്റ്റിയിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ വരാൻ പോവാണ്. പിന്നെ ഭാവിയിൽ എന്തായാലും FTA ലിമിറ്റ് കൂട്ടും. ഇപ്പോഴത്തെ പ്രസന്റ് കണ്ടീഷൻസിൽ ലിമിറ്റ് കൂട്ടുന്നില്ല പറഞ്ഞാൽ തന്നെ ഭാവിയിൽ എന്തായാലും FTA ലിമിറ്റ് 20-49% കൂട്ടടക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്തായാലും കൂട്ടിയിരിക്കും. ഞാൻ ഓൾറെഡി ബാങ്ക് മേർജിന്റെ കാര്യം പറഞ്ഞിരുന്നു. പിന്നീട് നമുക്ക് കമ്പനീനെ മൊത്തത്തിൽ വാല്യൂ ചെയ്യാം. അതിൻ്റെ പ്രസന്റ് പിക്ചർ, ബിസിനസ് പ്ലസ് ആൻഡ് വാല്യൂഷൻസ്. 8466 ബ്രാഞ്ചസും 8922 ATMസും ഉള്ള ഒരു കമ്പനിയാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. ഓവർസീസ് ബ്രാഞ്ചസ് ഉണ്ട്, സിഡ്നിയിലും ദുബായിലും ഉണ്ട്. അവരുടെ ടോട്ടൽ ഡിപ്പോസിറ്റ് റേറ്റ് കൂടുന്നുണ്ട്. NPA വളരെ കുറഞ്ഞു വരുന്നുണ്ട്. 2020 ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ഈ യൂണിയൻ ബാങ്ക് മേർജിന് ശേഷവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കണം. അതിൻ്റെ വളർച്ച കൂടുതലാണ്ട് കുറഞ്ഞിട്ടില്ല, യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് അടുത്ത് 74.7%, FIS 8%, DAS 12% ഹോൾഡ് ചെയ്യുന്നത്. 11.71ഉം FIS 7.82.
FAS റീസെൻ്റ്ലി കുറച്ച് കൂട്ടിയതിന് DAS അതേസമയം കുറച്ചിട്ടുണ്ട്. സോ അവരെ FAS പൊസിഷൻ DAS പൊസിഷനും ഇൻടാക്റ്റ് ആണ്. ഫേസ് വാല്യൂ 10 ആണ്, പ്രസന്റ് വാല്യൂ 153.30 ആണ്. ഞാനത് റെക്കമെൻഡ് ചെയ്യുന്ന ബെസ്റ്റ് ബൈ എന്ന് പറയുന്നത് 140 to 150 റേഞ്ച് ആണ്. കാരണം ഈ ഒരു എൻറ്റയർ മാർക്കറ്റിൽ ലാർജ് ക്യാപ്പ് ഒഴികെ ബാക്കി എല്ലാ സ്റ്റോക്കും കറക്ഷൻ ആവാൻ സ്ഥിതിക്ക് പിന്നീട് വേറൊരു നെഗറ്റീവ്സ് ഇപ്പോൾ FDIൻ്റെ ലിമിറ്റ് കൂട്ടുന്നില്ല, തൽക്കാലം കൂട്ടുന്നില്ല പറഞ്ഞതുകൊണ്ടും ചില സമയത്ത് ഒരു 140-45 റേഞ്ചിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോഴേ കുറച്ച് വാങ്ങാം. ബെസ്റ്റ് ബൈ 140-150 റേഞ്ചാണ്. ഒരു 170 ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം. ഈ 170 ടാർഗറ്റിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അവിടെ നിന്ന് നോക്കിയിട്ട് വിറ്റ് പിന്നീട് വീണ്ടും എൻ്റർ ചെയ്യുക. ലോങ് ടേമിലേക്ക് ഒരു 250 ലെവലിലേക്ക് പോകാൻ കപ്പാസിറ്റിയുള്ള കമ്പനിയാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. അതിന് പി റേഷ്യോ ഒക്കെ 6.33 ഉള്ളൂ. ഫെയർ വാല്യൂഷൻ പറയുകയാണെങ്കിൽ 220-250 റുപ്പീസ് ഒരു ഫെയർ വാല്യൂഷൻസ് ആണ്. പക്ഷെ ഒരുപാട് കാലം 30 രൂപയും പെട്ടെന്ന് കയറി നല്ല ഫാസ്റ്റിൽ കയറി 70ലേക്ക് പോയി, 70 കുറച്ച് കൺസിഡർ ചെയ്ത് വളരെ ഫാസ്റ്റ് കയറി 140ലേക്ക് പോയി, അവിടുന്ന് കൺസിഡർ ചെയ്തിട്ട് ഈ ബിസിനസ് കയറാൻ തുടങ്ങുന്നേ ഉള്ളൂ. ചിലപ്പം പഴയ ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ അത് 200 ക്രോസ് പോവാം. പൊട്ടൻഷ്യൽ ഉണ്ട്, സേഫാണ്, റിസ്ക് കുറവാണ്. ഇയർ ഹൈ 160 റീസെൻ്റ് പോയതാണ്, ഇയർ ലോ 100. EPS 24.22 ഉണ്ട്, 21% ഇയർ ഓൺ ഗ്രോത്ത് ഉണ്ട്. പി റേഷ്യോ 6.33. ഇൻഡസ്ട്രിയൽ പി 8.4 ആണ്. സോ കുറവാണുള്ളത്. ബുക്ക് വാല്യൂ 142 ഉണ്ട്. സോ ബുക്ക് വാല്യൂവിനെക്കാട്ടും ഒരു 5% മേലേ ഉള്ളൂ ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബുക്ക് വാല്യൂവിന് അടുത്ത് തന്നെ ട്രേഡ് ചെയ്യുന്നത്. റിസൾട്ട് നോക്കുകയാണെങ്കിൽ സെപ്റ്റംബറിൽ 2025 4,281 കോടിയാണ് ലാഭം കാണിച്ചത്. ജൂണിൽ 4,136 ഉള്ളൂ. പക്ഷേ 2024 സെപ്റ്റംബറിൽ 4,721 കോടി ഉണ്ടായിരുന്നു. അതേസമയം NPA 2024 0.98 ഉള്ളത് ഡ്രാസ്റ്റിക്കലി കുറഞ്ഞ് 0.55 ആയിട്ട് കുറഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ സൂപ്പർ റിസൾട്ടാണ് NPA കേസിൽ. നെറ്റ് പ്രോഫിറ്റ് മാർജിനും 2024 സെപ്റ്റംബറിൽ 13.65 ഉള്ളത് 16.52 കൂടിയിട്ടുണ്ട്. സോ ഓവറോൾ പിക്ചർ ഇൻടാക്റ്റ് ആണ്. ഈ ഒരു സംഭവങ്ങളൊക്കെ വരാണെങ്കിൽ FDI ലിമിറ്റ് 20 to 49% ആക്കുകയാണെങ്കിൽ ഓൾറെഡി ബാങ്ക് നിഫ്റ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മെർജർ സംഭവിക്കും, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ബാങ്ക് ഓഫ് ഇന്ത്യ വരാണെങ്കിൽ ഒക്കെ പോസിറ്റീവ് ആയിരിക്കും. എൻ്റെ സെക്ടർ, ഈ സെക്ടറിന് ഇന്ത്യ വളർന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഈ സെക്ടറിന് ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. സോ ഒരു സേഫ് ബെറ്റായിട്ട് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ വാങ്ങാം. 140 കറക്ഷൻ നടക്കുന്നത് കൊണ്ട് 140-150 റേഞ്ചിലേക്ക് വന്നാൽ വാങ്ങാം. ഒരു 170 ഫസ്റ്റ് ആയിട്ട് വെച്ചിട്ട് വാങ്ങാവുന്ന സ്റ്റോക്കാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ. സോ ആസ് യൂഷ്വൽ ഇത് എൻ്റെ വ്യൂ ആണ്. സോ നിങ്ങൾ സ്വന്തം പഠിക്കുക. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ് വാങ്ങിയെന്ന് പറയാൻ പാടില്ല. ആര് പറഞ്ഞു, ആരും നിങ്ങൾക്ക് നഷ്ടപ്പെടണം വിചാരിച്ചാൽ ആരും വീഡിയോ ഇടാൻ പോകുന്നില്ല. സോ പഠിക്കുക. സേഫാണ് നിങ്ങൾ തോന്നുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അഡ്വൈസസിന് അവിടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോസ് നിങ്ങൾ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.